welcome back to our YouTube channel. Yes guys, I'm ഭയങ്കര excited ആണ്. അപ്പോൾ ഗൈസ്, അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ബസ് കേട്ടോ. അപ്പോൾ ഈ ബസ്സിലാണ് ഞങ്ങൾ പോണത്. രാത്രി 8 മണിക്കാട്ടോ പോണത്. അപ്പോൾ ഈ ഒരു ബസ് നല്ല ബസ്സാണ്, ഞങ്ങൾ ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. ഞങ്ങൾ നേരത്തെ പോയ ബസ്സായിരുന്നു. പിന്നെ ബസ്സിൻ്റെ 2 ഫോട്ടോസ് കാണിച്ചു തരുന്നുണ്ട്. പിന്നെ ഞങ്ങൾ കുറച്ച് പോയപ്പോൾ ഹെയർ പിൻ കയറി കേട്ടോ. ഞാൻ ക്ലിപ്പ് കുറച്ച് കാണിക്കുന്നുള്ളൂ, പോകുന്ന വഴി ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ. ആ വീഡിയോ ഇടാൻ മറന്നു ഇതാണ്. അപ്പോൾ ഹെയർ പിൻ രാത്രി ആയതുകൊണ്ട് തന്നെ ക്ലിയർ ആയിട്ടൊന്നും കിട്ടുന്നില്ല, വെളിച്ചമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ എങ്ങനെയൊക്കെ വീഡിയോ എടുക്കണം കേട്ടോ.
don't deny there's some strange evolutionary process going on. But mankind won't be destroyed. The fact that you and I are working here today is evidence of that. ഒരു ടൈമായപ്പോൾ നല്ല കോട വന്നു കേട്ടോ. നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ട്. ഞാൻ ചില്ലും തുള്ളിൽ എടുക്കുന്നതുകൊണ്ടാണ് ക്ലിയർ അല്ലാത്തത്. പക്ഷെ പുറത്തിറങ്ങിയിട്ട് ഭയങ്കര തണുപ്പായിരുന്നു. നല്ല കോട ഉണ്ടായിരുന്നു. കാണുമ്പോൾ തന്നെ അറിയാമല്ലോ നല്ല കോട ഉണ്ടെന്ന്. ഇതായിരുന്നു ഞങ്ങളുടെ റിസോർട്ട്. നല്ല ഭംഗിയുണ്ട്. ഊഞ്ഞാലും ഒക്കെ ഉണ്ട്. ഞാൻ ഹോഴ്സ് ഉണ്ട് അവിടെ. ഹോഴ്സ് ഫുഡ് കഴിക്കുന്നു. പിന്നെ അപ്പുറത്ത് കാടാണ്. പിന്നെ ഞങ്ങൾ സ്കൂളിലേക്ക് ഇറങ്ങി കേട്ടോ. ഞാനും അമ്മയും പറയുന്നുണ്ട്. അച്ഛനാണ് വീഡിയോ എടുക്കുന്നത്. ഞാൻ ആ വെള്ള ഡ്രസ്സിട്ട് എടുക്കുന്നുണ്ട്. നിഖില അവിടെ ഉണ്ട്. ഞാനും അമ്മയും കൂടെ വരുന്നുണ്ട്. അമ്മയ്ക്ക് പിന്നെ
രസമായിരുന്നു എന്തായാലും കാണാനായിട്ട്. അമ്മ പിന്നെ കളിച്ച് കിടക്കണായിരുന്നു. നല്ല തണുപ്പായിരുന്നു. രാവിലെ തന്നെ വന്നിട്ട് ഉടനെ നമ്മൾ പൂളിലാട്ടോ വരുന്നത്. നല്ല തണുപ്പായിരുന്നു. പിന്നെ കുറച്ചപ്പോൾ തണുപ്പൊക്കെ മാറി. ഞാൻ ആദ്യം വിചാരിച്ച ആഴുണ്ടാവും, പിന്നെ ആഴം നല്ല അടിപൊളിയായിരുന്നു. പൂള് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അവിടുന്ന് ഹായ് ഗായ്സ് എന്നാണ് പറയുന്നുണ്ട്. കൊച്ചുങ്ങൾക്ക് ചെറിയ ബോളാട്ടോ. അപ്പോൾ അവളും ഒരു കൊച്ചും കൂടി അവിടെ ചെറിയ ബോളിൽ കളിക്കണം കേട്ടോ. കണ്ടു ഗൈസ്, അവൾ സാധനങ്ങളൊക്കെ ഇട്ട് കളിക്കുന്നുണ്ട്. പിന്നെ അവൾ ഇപ്പുറത്തെ ബോളിലോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ബാലൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. അവൾ കളിക്കണേ. അപ്പോൾ ഞങ്ങൾ പറഞ്ഞ് അടിയുമ്പോഴും കളിക്കലൊക്കെ ആയിരുന്നു കേട്ടോ. വെള്ളത്തിൽ കളന്നുകൊണ്ട് അവളുടെ ഇറങ്ങുന്നതിനൊക്കെ അവൾ ഇറങ്ങി. അതാണ്. പിന്നെ കഴിച്ച് നമ്മൾ ട്രക്കിങ്ങിനാട്ടോ പോകുന്നത്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. ഇതാണ് ഞങ്ങൾ ബസ്സിൽ ഇരുന്ന ഫോട്ടോ. ഞാനും അമ്മ ഉണ്ടായിരുന്നുള്ളൂ, അച്ഛനും ഫ്രണ്ടിലായിരുന്നു. പിന്നെ ഇതായിരുന്നു ട്രക്കിങ്. നമുക്ക് അങ്ങനെ ഫുള്ളായിട്ടുള്ള ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം എന്താ വെച്ചാൽ ഇങ്ങനെ കുലുങ്ങിയാണല്ലോ, ഓഫ് റോഡാണ് പോയത്. അപ്പം കുലുങ്ങിയാണ് പോണത്. നമ്മൾ 900 കണ്ടി എന്ന് പറഞ്ഞ ഒരു മലയിലാണ് നമ്മൾ പോണത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴി കുറേ ജീപ്പും ഒക്കെ, ട്രക്കിങ്ങിന് മുകളിലോട്ട് പോയ ജീപ്പൊക്കെ താഴോട്ട് വരുന്നുണ്ടായിരുന്നു കേട്ടോ. കണ്ടോ ഇങ്ങനെ കാണാൻ പറ്റുന്നില്ലേ, കുറേ ജീപ്പുകളുണ്ടായിരുന്നു. അമ്മയും കൂടി പിന്നെ നമ്മൾ ഇവിടെ പോയായിരുന്നു പാർക്കിൽ. അപ്പോൾ ആദ്യം ഫ്ലൈൻ ചെയറിൽ കയറി, പിന്നെ ജയൻ്റ് സ്വിങ്ങിൽ കയറി. ആ രണ്ട് ബ്ലൂ ഇട്ടേക്കണാണ്. ഞാൻ സെൻറ്ററിൽ ഇരിക്കണം, അമ്മ ഇട്ടിട്ടത് 2 ബ്ലൂ ഇട്ടേക്കണം കേട്ടോ, ഞാനും അമ്മയും. അടിപൊളി സാധനമായിരുന്നു. കാണുമ്പോഴേ ഞാൻ സത്യം പറഞ്ഞാൽ പേടിച്ചു. ഞങ്ങൾ പേടിച്ചിട്ടുണ്ടായിരുന്നു കാണുമ്പോഴാണ്. ആദ്യം ആ ചിരിച്ചൊക്കെ ഇരുന്ന്, പിന്നെ ഞാൻ പേടിച്ച് ഒച്ചയൊക്കെ ഉണ്ടാക്കി. ആ പേടിക്കണ നിങ്ങൾക്ക് കാണുമ്പോഴാണെന്ന് വെച്ചാൽ അത്ര ഹൈറ്റ് കൊണ്ടുവന്ന് വിടുമ്പോൾ ഉള്ള കാര്യം നിങ്ങൾ ഓർത്ത് നോക്കിയേ. താഴോട്ട് പയ്യേന്ന് വിടും. നിങ്ങൾ കണ്ടോ ഗൈസ്, അത്ര ഇതിലാണ് അവർ ചെയ്യുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് എനിക്ക് കയറണമല്ല ആഗ്രഹം. ഇപ്പോൾ പോകും ഗൈസ്. ഇപ്പോൾ തൊട്ട് പറയുന്നത് പറഞ്ഞു കേട്ട ഗൈസ്, നിങ്ങൾ കാണാമല്ലോ ഇങ്ങനെ പോയി ഗൈസ്. ഞാൻ ഭയങ്കര ഒച്ചെത്തായിരുന്നു അമ്മയൊക്കെ കണ്ടേ ഗൈസ്. കാരണം അത്ര പേടിയായിപ്പോയി ഞാൻ കൊച്ച് ആയതുകൊണ്ടും. പിന്നീട് കൊച്ച് കയറിയിരുന്നു, ആ കൊച്ചൊന്നും കൊച്ചൊക്കെ ഉണ്ടാക്കി. അപ്പോൾ മുകളിലോട്ട് ആകാശം വരെ പോയിട്ടുണ്ടായിരുന്നു, ആകാശം വരെ കണ്ടിട്ടുണ്ടായിരുന്നു വയസ്സിനെ.
ഈ ഇതിൽ കയറിയിട്ടുണ്ടായിരുന്നു സ്ലൈഡിൽ. പിന്നെ അവിടെ നല്ല ഭംഗിയുള്ള ചെടികളുണ്ടായിരുന്നു. നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട്. അച്ഛനും ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട്. അച്ഛനാണ് ഫോട്ടോ എടുത്ത ആള്. അപ്പോൾ പിന്നെ നിഖിലയുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ നിഖില ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. വീണ്ടും അവള് പിന്നെ വന്ന് ഇറങ്ങും, പിന്നെയും കയറുമായിരുന്നു അവളുടെ സ്വിമ്മിങ്ങിൽ. പിന്നെ അമ്മയുടെ ഒരു ഫോട്ടോ ഉണ്ട്, നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ, ട്രീ ഒക്കെ കാണാൻ. പിന്നെ ഞങ്ങൾ 3 പേരും ഐസ്ക്രീം കഴിച്ചേക്കുന്നു കണ്ടോ. ഇത് ചെടിയുടെ ഇടയ്ക്ക് നിന്നിട്ട് ഫോട്ടോ എടുത്തു. പിന്നെ നമ്മൾ ഇറങ്ങാൻ നേരം തെങ്ങിൻ്റെ അടുത്ത് നിന്ന് ഫോട്ടോ എടുത്തിട്ടമ്മ. പിന്നെ നമ്മൾ ഇവിടെ ഇരുന്നിട്ട് ഫുഡ് കഴിക്കാൻ പോയി. തവളയുടെ വയറുന്ന അയ്യോ എന്ന് പറഞ്ഞ് ഡിഗ്രി ഇപ്പോൾ ഉണ്ട്. പിന്നെ അച്ഛൻ പൈനാപ്പിളിൻ്റെ അടുത്ത് ഫോട്ടോ എടുക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ ഫുഡ് കഴിക്കാൻ പോയ സ്ഥലം കേട്ടോ. നമ്മൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചത് ഇവിടെയാണ് കേട്ടോ. രാവിലെ റിസോർട്ടിൽ തന്നെ ആയിരുന്നു, ഉച്ചയ്ക്ക് ഇവിടെ കേട്ടോ കഴിച്ച് ഞങ്ങൾ ഫുഡ്. ലഞ്ച് ഇവിടെ ഇരുന്നു. പിന്നെ ഡോൾഫിൻ്റെ അടുത്ത് നിൽക്കുന്നുണ്ട്. ഞാൻ അയ്യോ പത്തോന്നും പറഞ്ഞ് നിൽക്കണേ ഗൈസ്, പക്ഷെ ഒന്ന് ഇരിക്കണമായിരുന്നു. നമ്മൾ ട്രക്കിങ്ങിനൊക്കെ പോയല്ലേ. പിന്നെ ഞങ്ങൾ പോയത് ഗ്ലാസ് ബ്രിഡ്ജിലായിരുന്നു കേട്ടോ. അത് അടിപൊളി സാധനമായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോഴേ അറിയാം എന്തൊരു വ്യൂ ആണ്. താഴെ നോക്കി ഗൈസ്, നല്ല വ്യൂ ഉള്ളൊരു സ്ഥലമായിരുന്നു കേട്ടോ അത്. ഇത് കണ്ടോ ക്ലിപ്പൊക്കെ ഇടുന്നത്. കുറച്ച് നടക്കുമ്പോൾ പേടിയുണ്ടാവില്ല, പിന്നെ അതിങ്ങനെ താഴോട്ട് നോക്കുമ്പോൾ നമുക്ക് ഭയങ്കര പേടിയുള്ള പോലെയൊക്കെ തോന്നും. നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം. കുറച്ച് ആദ്യം കയറുമ്പോൾ ചെറിയൊരു ഇതുണ്ടാവുള്ളൂ, പിന്നെ കയറി വരുമ്പോൾ വീതി കൂടും. അടിയിലത്തെ വീതി ഇങ്ങനെ കൂടിക്കൂടി വരും. ഇപ്പോൾ കണ്ട കാട് അടിയിൽ അങ്ങനെ കാടൊന്നുമില്ല, മുകളിൽ നല്ല മലകളും ചെടികളും ഒക്കെ ഉണ്ട്. കാണാൻ നല്ല ഭംഗിയാണ്. ഞാൻ ചരിച്ചെടുക്കുന്ന ഫുൾ വ്യൂ കിട്ടാൻ വേണ്ടിയിട്ടാണ് ചരിച്ചെടുക്കുന്നത്. തിരിച്ചിറങ്ങുമ്പോൾ ഇതേ ഹൈറ്റ് തന്നെ കേട്ടോ ഉള്ളത്. ഇതേ ഹൈറ്റിലാണ് തിരിച്ചിറങ്ങുമ്പോഴുള്ളത്. നമുക്ക് ഉണ്ടോ നിങ്ങൾക്ക് കാണുമ്പോഴാണ്. അപ്പുറത്തെ ഹൈറ്റ് തന്നെയാണ് ഇപ്പുറത്തെ ഹൈറ്റ്. തിരിച്ച് കുഞ്ഞു വഴി കൂടെയാണ്, കയറുമ്പോൾ വലിയ വഴിയിലാണ്. കണ്ടോ കാടൊക്കെ. ഞങ്ങൾ ഇറങ്ങിയതാണ് മലകളൊക്കെ കേട്ടോ. മലകളുടെ ഫോട്ടോസൊക്കെ കാണിക്കുന്നുണ്ട്. കൊള്ളോ നല്ല ഭംഗിയായിട്ട് മലകളൊക്കെ നിൽപ്പുണ്ട്. പിന്നെ അത് ഞാൻ വീഡിയോ എടുത്ത് ഫ്രണ്ടിൽ പോകുന്നുണ്ടോ, അച്ഛൻ പുറകിൽ വീഡിയോ എടുക്കണേണ്. നമ്മൾ വീണ്ടും ഒന്നും കൂടി കയറിയായിരുന്നു കേട്ടോ അതിനകത്ത്. അപ്പോൾ ആ ഒരു വ്യൂ വീണ്ടും കൂടി കിട്ടാൻ വേണ്ടി നടന്നു. ഫുള്ള് കാണിക്കുന്നുണ്ട്. പിന്നെ വീണ്ടും മല നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ. താഴത്തൊക്കെ കാടൊക്കെ കേട്ടോ. അവിടെ ട്രക്കിങ്ങിൻ്റെ ജീപ്പൊക്കെ കിടപ്പുണ്ട് താഴെ. തിരിച്ചിറങ്ങുവാണ്. ഞാനൊക്കെ അവിടെ പോയി. ഇത് പിന്നെ ഊഞ്ഞാൽ അവിടെ തന്നെ വലിയ ഊഞ്ഞാലുണ്ട്. പിന്നെ ഇതാണ് താഴ്ന്നു നോക്കുമ്പോൾ നമ്മുടെ ഗ്ലാസ് ബ്രിഡ്ജ്.
ഊഞ്ഞാലിൻ്റെ ഫോട്ടോസ് ഉണ്ട് കേട്ടോ. പിന്നെ ഗ്ലാസ് ബ്രിഡ്ജിൽ നിന്ന് എടുത്ത ഫോട്ടോസ് ആട്ടോ ഇത്. അങ്ങനെ ഫുള്ളായിട്ട് കിട്ടുമൊന്നുമില്ല, കുറച്ച് ഇതായിട്ട് കിട്ടത്തുള്ളൂ. പിന്നെ നമ്മൾ തിരിച്ചു പോകുന്ന വഴിയിൽ മലകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. നമ്മളിപ്പോൾ പോയ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ അപ്പുറത്തെ മലകളൊക്കെ ആയിരുന്നു അത്. പിന്നെ കുറച്ചുകൂടി അങ്ങോട്ട് പോയപ്പോൾ നമ്മുടെ തേയിലത്തോട്ടം കണ്ടു കേട്ടോ. ഞാൻ ഫുള്ള് തേയിലത്തോട്ടമായിരുന്നു. നല്ല ഭംഗിയായിരുന്നു അത് കാണാൻ, നല്ല രസമായിരുന്നു. ഇത് കണ്ടോ, നിങ്ങൾക്ക് തന്നെ കാണുമ്പോൾ പറയാം, നല്ല ഒരു തിളങ്ങി നിൽക്കുന്ന നല്ല തേയില ഇത് കാരണം ഇങ്ങനെ തിളങ്ങി നിൽപ്പുണ്ടായിരുന്നു. തേയിലത്തോട്ടമാണ്. I don't deny there's some strange evolutionary process going on, but mankind won't be destroyed. The fact that you and I are working here today is evidence of that. പിന്നെ രാത്രി ഞങ്ങൾ എടുത്തിയപ്പോൾ ഇവിടെ ക്യാമ്പ് ഫയർ ഉണ്ടായിരുന്നു. ക്യാമ്പ് ഫയർ ഡാൻസ് കളിക്കുന്ന വീഡിയോ കേട്ടോ കാണിക്കുന്നത്. ക്യാമ്പ് ഫയർ അടിപൊളിയായിരുന്നു പറയാം. Remix. ഓ ഇവിടെ ഒന്നും കിട്ടില്ല ലൈറ്റൊക്കെ. പിന്നെ അവിടെ തന്നെ ഫുഡ് കഴിക്കണ സ്ഥലം ഉണ്ടായിരുന്നു. അവിടെ ഇരുന്ന് നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇത് നല്ല രസമുള്ളതാണ്.
ആക്റ്റീവായി. ഭക്ഷണം കഴിച്ചിട്ട് കളിക്കാൻ ടാസ്ക്കാണ്, കാരണം കഴിച്ചിട്ട് കളി. അതോ എൻ്റെ അച്ഛൻ ഡാൻസ് കളിച്ചിട്ടുണ്ടായിരുന്നു. വയസ്സിൽ കാണാം, പിങ്ക് ഡ്രസ്സിട്ട് കളിക്കുന്നുണ്ട് വയസ്സ്. ഇപ്പോൾ അങ്ങോട്ട് പോയി, ലൈറ്റ് ഓഫായിപ്പോയി ഗൈസ്, ഇടയ്ക്ക് ലൈറ്റ് ഓഫായിപ്പോയി, പിന്നെ വീണ്ടും വന്ന് അങ്ങനെ ഇരുന്നു. പിന്നെ ആൻറ്റിമാരൊക്കെ ഭയങ്കര എൻജോയ് ചെയ്തു കേട്ടോ, ഞങ്ങളും എൻജോയ് ചെയ്തു, നല്ല എൻജോയ്മെൻറ്റ് ഉണ്ടായിരുന്നു ആ ഒരു ദിവസം. നാളെ ചൂടാ, കുറച്ചേരം സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങിയപ്പോൾ അഞ്ചൂടെ പോയി. പക്ഷെ പൂളിൽ ഇറങ്ങാൻ പാടില്ല. ആ പിങ്ക് അഞ്ചു ചേച്ചി. ഞങ്ങൾ ക്യാമ്പ് ഫയർ ഒക്കെ കഴിഞ്ഞ് റിസോർട്ടിലെത്തി. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് അതിന് ഞങ്ങൾ കടന്നുറങ്ങാൻ പോയി. അപ്പോൾ ഓരോരുത്തരായിട്ട് ഞാൻ കാണിച്ചു തരാം. കുറച്ചൊരു കൊടുക്കാമെന്ന് എനിക്കിലവിടെ യോ കാണിക്കുന്നുണ്ട്, അമ്മ ഇവിടെ കിടന്നുറങ്ങുന്നുണ്ട്. അടുത്ത നാളത്തെ വിശേഷങ്ങളായിട്ട് കാണാം. അപ്പം ബൈ.